ഇന്നലെ മേടിച്ച ചിക്കൻ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഇന്നലെ കുറച്ച് വറുത്തിട്ടൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ കറി വെക്കാൻ കുറച്ചുണ്ട്. അത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി 2 തക്കാളി എടുത്തത്. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നാൽ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് മൂത്ത് വരുമ്പോൾ ചിക്കനും പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ ചിരണ്ടാൻ പോയേ. അപ്പോൾ അതിലേക്ക് കുറച്ച് വലിയ ജീരകവും ഇച്ചിരി സവാള പിന്നെ കാഷ്നട്ട് കേട്ടോ. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ലൊരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടേ. അപ്പോൾ ഞാൻ നല്ല മഷി പോലെ അരച്ചു കൊടുത്തിട്ട് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നല്ല തിളച്ച് വരുമ്പോൾ നല്ല ഫ്രഷ് മല്ലിയിലയും കൂടി ചേർത്തിട്ട് അവിടെ മൂടി വെച്ചാൽ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല നെയ്ച്ചോറല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് ഇട്ടാൽ വേഗം അങ്ങ് ആയി കിട്ടുമല്ലോ. അപ്പോൾ വിസിൽ വരുന്ന സമയം കൊണ്ട് വേഗം ഞാൻ തുണിയൊക്കെ അറിയിടാൻ പോയേ. പിന്നെ നമുക്ക് തൈര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സവാളയും മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് തൈര് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ പപ്പടവും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഇച്ച വന്നിട്ടുണ്ടായി. വേഗം ഞാൻ മേശപ്പുറത്ത് എല്ലാം കൊണ്ടു വെച്ച് കൊടുത്തു കേട്ടോ. പപ്പടം ഒരു സുഖമില്ലെന്നേ, പൊന്തിയില്ല, ഒരു പൊന്താത്തൊരു പപ്പടമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ച വിളമ്പി തന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വിളമ്പിക്കോളാന്ന്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി കഴിക്കുകയാണ്. അടിപൊളി ഭക്ഷണമായിരുന്നു. ഈ കറി ഇഷ്ടപ്പെട്ടാന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.